സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് യൂട്യൂബ് ലിങ്കുകൾ എന്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു. അളിയൻ കേട്ടിരുന്നോ, സീക്രട്ട് ഏജന്റ് അളിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും, മൈക്കൽ ഫെൽപ്സ് നീന്തൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും, അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ ആ പറഞ്ഞത് 100% കറക്റ്റാണ്. സീക്രട്ട് ഏജന്റിനെ പോലെ ഒരാൾ നമ്മളെ പറ്റി പറയാ വെച്ചാൽ അതിലും വലിയ കാര്യം വേറെ വല്ലതും ഉണ്ടോ? പത്മശ്രീ അവാർഡ് വരും എത്രത്തോളം, അത്രയും ഫെയിമാണ്. പത്മശ്രീക്കാണ് ഫെയിമാണ് നമ്മൾ സീക്രട്ട് ഏജന്റ് നമ്മളെ പറ്റി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അഖിൽ മാരാര് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത സുഹൃതം തന്നെ പറയാം. ഇല്ലെങ്കിൽ അഖിൽ മാരാരെ കുറിച്ച് സീക്രട്ട് ഏജന്റ് പറയൂ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ കമ്മിറ്റി നമ്മുടെ സായി കൃഷ്ണനെ വിളിച്ച് ചോദിക്കും ആരെയൊക്കെ എടുക്കണം. അങ്ങനെയാണ് സഞ്ജുവിനെ എടുക്കേണ്ട കാര്യം പറഞ്ഞ സഞ്ജു സാംസൺ ടീമിൽ വന്ന്. ഇവൻ DRDO ബോംബ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിസൈലൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സായി കൃഷ്ണനെ വിളിച്ച് ചോദിക്കും